പ്രിയ സ്നേഹിതരെ, എൻ്റെ പേര് ജോൺ മൂലച്ചിറ. ഞാൻ ആസാമിലെ ഗൗഹാത്തി ആർച്ച് ഡയസിസിലെ ആർച്ച് ബിഷപ്പാണ്. ഇന്ന് ഈ ഗുഡ്നസ് ടി വിയുടെ പ്രോഗ്രാമിൽ സംബന്ധിക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഉയർപ്പ് കാലമാണ്. നമ്മൾക്കെല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാലമാണ്. കാരണം ഈശോ മിശിഹ ഉയർത്തെഴുന്നേറ്റു. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറവിടം. ഞാൻ പ്രസംഗിക്കുന്നതും ഈശോ മിശിഹായുടെ ഉയർപ്പിനെ പറ്റിയാണ്. പ്രത്യേകിച്ച് ഈശോ മിശിഹായുടെ അവസാനത്തെ കമാൻഡ്മെൻറ്റ്, ലോകം മുഴുവനും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഒരാൾ മിഷണറി ആകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാനും എന്നെപ്പോലെ പല മിഷണറിമാരും ജീവൻ അർപ്പിക്കുന്നത്. സേവനത്തിന് വേണ്ടിയിട്ടും മറ്റുള്ളവരെ ഈശോ മിശിഹായെ അറിയിക്കുവാനും വേണ്ടിയിട്ട്. ഈശോ മിശിഹാ കൽപ്പന എപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ ആൾക്കാരോട് പറയാറുണ്ട്, നമ്മൾ ഈശോ മിശിഹായിൽ വിശ്വസിക്കണം. ഈശോയാണ് ദൈവം, ഈശോയാണ് നമ്മുടെ കർത്താവ്. നമ്മൾ മനസ്സപിച്ച് ഈശോ മിശിഹായിൽ വിശ്വസിക്കുമെങ്കിൽ നമുക്ക് നിത്യജീവൻ ഉണ്ടാകും. ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതാണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആൾക്കാരെ എന്തൊക്കെ പഠിപ്പിച്ചാലും അവസാനമായിട്ട് ഈ സുവിശേഷ ഭാഗത്തേക്കാണ് ഞങ്ങൾ എപ്പോഴും പോകാറുള്ളത്. ഈശോ മിശിഹായിൽ വിശ്വസിക്കണം എന്ന്. അത് ഈശോ മിശിഹ നമ്മളെല്ലാവരും കൽപ്പിച്ച ഒരു കൽപ്പനയാണ്. അത് ഞങ്ങൾ മറ്റുള്ള പുതിയ ക്രിസ്ത്യാനികളെയും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. എല്ലാവരും ഈശോ മിശിഹായിൽ വിശ്വസിക്കണം എന്ന്. ഒരു മെത്രൻ എന്ന നിലയിൽ, അതുപോലെ അതിനു മുമ്പ് മെത്രനാകുന്നതിന് മുമ്പ് ഒരു പുരോഹിതൻ എന്ന നിലയിൽ, ഒരു വികാരി എന്ന നിലയിൽ ഞാൻ നമ്മുടെ കത്തോലിക്കരെയും ഈ സത്യം തന്നെ പല പ്രാവശ്യം പറഞ്ഞ് മനസ്സിലാക്കിക്കാറുണ്ട്. നമ്മൾ ഈശോ മിശിഹായിൽ വിശ്വസിക്കണം, മറ്റുള്ളവരെയും വിശ്വാസത്തിലേക്ക് വരുത്തണം എന്ന്. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പല ഉപായങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഒന്നാമതായിട്ട് പ്രാർത്ഥനയും കുർബാനയും എല്ലാം ഭക്തിപൂർവ്വം അനുഷ്ഠിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ അതിൻ്റെയൊക്കെ മൂല്യങ്ങൾ മനസ്സിലാക്കും. അതേപോലെ ഞാൻ ആൾക്കാരോട് പറയാറുണ്ട്, ഞാനും പ്രത്യേകിച്ച് പരിശ്രമിക്കാറുണ്ട്, ക്രിസ്തുവിനെ അറിയാത്തവരെ യേശു ക്രിസ്തുവിനെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക എന്നതിന് വേണ്ടിയിട്ട്. എന്തെങ്കിലും സംഭാഷണം നടക്കുകയാണെങ്കിൽ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നീ ക്രിസ്ത്യാനിയാണോ? നീ ആരെയാണ് വിശ്വസിക്കുന്നത്? നീ പള്ളിയിൽ പോകാറുണ്ടോ? ക്രിസ്ത്യൻസിനെ അറിയോ? ഞാനൊരു പുരോഹിതനാണ് എന്നൊക്കെ അവരോട് പറയാറുണ്ട്. സാധാരണ ആൾക്കാർക്ക് ഇതൊന്നും പറയുന്നില്ല, അവർക്കൊരു ബുദ്ധിമുട്ടില്ല. അവർക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ, അവരെപ്പറ്റി സംസാരിക്കുന്നതിന്, നമ്മുടെ വിശ്വാസത്തെപ്പറ്റി പറയുന്നതിന്. പ്രത്യേകിച്ചായിട്ട് ഒരു പ്രത്യേക ദൗത്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഈശോ മിശിഹായെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇതിനു വേണ്ടിയിട്ട് എൻ്റെ രൂപതയിലുള്ള എല്ലാ വൈദികരോടും സിസ്റ്റേഴ്സിനോടും സെമിനേറിയൻസിനോടും അതുപോലെ തന്നെ ക്രിസ്ത്യൻസിനോട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളെന്നും 20 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ ഈശോ മിശിഹായെ ഇതുവരെ അറിയാത്തവരായിരിക്കണം, നിങ്ങൾക്ക് പരിചയമുള്ളവർ ആയിരിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു ദിവസം ഈശോ അവർക്ക് ഈശോയെ അറിയാനായിട്ടുള്ള കൃപ നൽകണമേ എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ, അതുപോലെ തന്നെ ഈശോ അവർക്ക് വേണ്ടവിധ എല്ലാ അനുഗ്രഹങ്ങളും നൽകി അവർക്ക് ഈ ലോകത്തിൽ നന്നായിട്ട് ജീവിക്കാനായിട്ടുള്ള സാധ്യത കൊടുക്കണമേ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രാർത്ഥിക്കണമെന്ന് ഞാനും അതുപോലെ തന്നെ എന്നും 20 പേരിൽ കൂടുതൽ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ അവൽ പലതര വ്യത്യാസങ്ങളും കാണാറുണ്ട്. അവർക്ക് ക്രിസ്തുമതത്തിനോടുള്ള മമത ഒത്തിരി മാറുന്നുണ്ട്. അവർക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പുരോഹിതരോടും മറ്റുള്ള ആൾക്കാരോടും കൂടെ ഒത്തിരി സ്നേഹവും അതേപോലെ ബഹുമാനവും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട്, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആൾക്കാരിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടാകുമെന്ന്. രണ്ടാമതായിട്ട് ഞാൻ വേറെ ചെയ്യുന്ന ഒരു പരിപാടി ഇതാണ്. ഞങ്ങളുടെ രൂപതയിൽ 1-2 ട്രൈബുണ്ട്. അത് ചെറിയ ട്രൈബൽ ഗ്രൂപ്പാണ്. ആദ്യം വിശ്വാസികളില്ല, ആദ്യം മെമ്പേഴ്സില്ല. അവർക്ക് 20,000 30,000 അങ്ങനെയുള്ള നമ്പറാണ് ഉള്ളത്. അവരിൽ പലരും ക്രിസ്ത്യാനികളാണ്, പലരും മറ്റ് മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്, അല്ലെങ്കിൽ അവരോട് ക്രിസ്ത്യാനികളാകരുത് എന്ന് പറയുന്നവരാണ്. ഞാൻ അങ്ങനെയുള്ള 1-2 ഗ്രൂപ്പിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ രൂപതയിൽ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ഗ്രൂപ്പ് ചെറുതാണ്, അവർക്ക് വിശ്വാസത്തിൽ വരാനായിട്ട് അത്രയും ബുദ്ധിമുട്ടുണ്ടാകാത്തതാണ്.
അങ്ങനെ ഈശോമിശിഹായെ അറിയിക്കുക എന്നുള്ള ദൗത്യമാണ് ഞങ്ങൾ എല്ലാവരോടും പ്രത്യേകിച്ച് പറയാറുള്ളത്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം ഇതായിരിക്കണം. ഈശോ ലോകം എല്ലാം പോയി സുവിശേഷം പ്രചരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പ്രചരിക്കണം. അത് നമ്മുടെ ജീവിത രീതി വഴി അല്ലെങ്കിൽ നമ്മളുടെ പലതര കർമ്മങ്ങൾ വഴി ആൾക്കാരെ ഈശോമിശിഹായെ അറിയിക്കണം. അറിയിച്ചില്ലെങ്കിൽ എൻ്റെ വിശ്വാസം ഇതാണ്, നമ്മൾ ഈശോമിശിഹായിൽ വിശ്വസിക്കുന്നില്ല. ഈശോമിശിഹായുടെ ആ ഡിമാൻഡ് എല്ലാവരെയും സുവിശേഷം അറിയിക്കുക ഇത് നമ്മൾ അനുസരിക്കുന്നില്ല എന്നുള്ളതാണ്. ഈശോമിശിഹാ ഉയർത്തെഴുന്നേറ്റത് വഴി എനിക്ക് വേറൊരു വിശ്വാസവും ഉണ്ട്. ഈശോ ഉയർത്തെഴുന്നേറ്റ് പലർക്കും പ്രത്യക്ഷപ്പെട്ടു. അവരുടെ വിശ്വാസത്തെ അവർ ബലപ്പെടുത്തി. ഉദാഹരണമായിട്ട് മഗ്ദലേന മറിയത്തിന് ഈശോ പ്രത്യക്ഷപ്പെട്ട് അവൾ വിശ്വാസം വളർത്തി. ഈശോ ഉദ്ധരിച്ചു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് എന്ന്. അതുപോലെ തന്നെ എമ്മാവൂസിൽ പോയിരുന്ന ആൾക്കാരുടെ യാത്ര ചെയ്ത് ഈശോ അവരെ മനസ്സിലാക്കി ഈശോ ഉയർത്തെഴുന്നേറ്റ് എന്ന്. എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്, ഈശോ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടും നമ്മുടെ ഡൗട്ടുകൾ മാറ്റാനുമായിട്ടും ഈശോ എപ്പോഴും തയ്യാറാണ്. ഈശോയുടെ ആത്മാവ് എപ്പോഴും നമ്മളെ അനുഗമിക്കുന്നു. ഈശോ സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റു. അതിൻ്റെ അർത്ഥം ഇതല്ല ഈശോ എപ്പോഴും സ്വർഗത്തിൽ മാത്രമാണ് എന്ന്. ഈശോ ആത്മാവ് വഴി നമ്മുടെ കൂടെ വസിക്കുന്നു, നമ്മൾ വഴി ജോലി ചെയ്യുന്നു, നമ്മളെ മറ്റുള്ളവരെയും ഈശോയിലേക്ക് അടുപ്പിക്കാനായിട്ട് ഈശോ പരിശ്രമിക്കുന്നു. ഈ നമ്മോടുകൂടിയുള്ള ഈശോയെ എപ്പോഴും നമ്മൾ ധ്യാനിച്ചും ഓർത്തും ആ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നോർത്തും എപ്പോഴും നമ്മൾ ജാഗ്രതയോടുകൂടെ മുന്നോട്ട് പോകണം. അതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. പലപ്പോഴും ഞാൻ എൻ്റെ രൂപത്തിൽ തന്നെ കാണാറുണ്ട്. സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ആസാമിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലായിരുന്നു. ഇപ്പോൾ ചില ഗ്രൂപ്പുകൾ ഞങ്ങളോട് പറയുന്നു, നിങ്ങളുടെ സ്കൂളുകൾ വഴി നിങ്ങൾ പിള്ളേരെയും നാട്ടുകാരെയും മതം മാറ്റി കൺവേർഷൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പാടില്ല. നിങ്ങളുടെ സ്കൂളിലുള്ള രൂപങ്ങളും കുരിശുകളും മാതാവിൻ്റെ പ്രതിമകളെല്ലാം മാറ്റിക്കളയണം. കാരണം ഇതെല്ലാം വഴി നിങ്ങൾ ആൾക്കാരെ ക്രിസ്തുമതത്തിലേക്ക് ആകർഷിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ സ്കൂൾ നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ഭൂരിപക്ഷവും അക്രൈസ്തവരാണ്. അവരുടെ മുമ്പിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ലോഹായും സന്യാസ വസ്ത്രവും ധരിച്ച് പഠിപ്പിക്കുന്നത്? ഇതൊന്നും പാടില്ല. കാരണം നിങ്ങൾ സെക്കുലർ എഡ്യൂക്കേഷനാണ് കൊടുക്കേണ്ടത്, അതനുസരിച്ച് സ്കൂൾ നടത്തണം എന്നൊക്കെ പറഞ്ഞ് അവർ ഞങ്ങളെ അല്പമായിട്ട് പേടിപ്പിക്കുന്നുണ്ട്. എന്നാലും ഞങ്ങൾ ധീരതയോടുകൂടെ മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ പറഞ്ഞു, ഇതൊന്നും മാറ്റാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല, ഞങ്ങളുടെ ഡ്രസ്സ് ഞങ്ങൾ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവർ ഞങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്, ഞങ്ങളുടെ സ്കൂളുകളിൽ സരസ്വതി പൂജ നടത്തണം. അങ്ങനെയുള്ള പല ഡിമാൻഡുകളായിട്ട് വരുന്നുണ്ട്. അതിനെ എതിർത്ത് അത് അനുസരിക്കാതെ നമ്മൾ പണ്ട് നടത്തിക്കൊണ്ടിരുന്ന മാതിരി തന്നെ ഇപ്പോഴും സ്കൂളുകളും മറ്റുള്ള സ്ഥാപനങ്ങളും നടത്താനായിട്ടാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാണ്. ചിലർക്ക് അല്പം പേടിയുണ്ട്, അവർ നമ്മുടെ രൂപങ്ങളൊക്കെ തല്ലി പൊളിക്കുകയോ സ്കൂളിൽ വന്നിട്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയോ. പക്ഷേ ഇതൊന്നും അത്ര കാര്യമായിട്ട് ഞങ്ങൾ ഗണിക്കുന്നില്ല. കാരണം നമ്മൾ ദൈവത്തിൻ്റെ ജോലി ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നവരാണ്. ദൈവം ഞങ്ങളോട് പറഞ്ഞേക്കുന്നത് സുവിശേഷം പ്രസംഗിക്കുക. അതിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ആണെങ്കിലോ ഹെൽത്ത് പരിപാടിയാണെങ്കിലോ സോഷ്യൽ വർക്ക് വഴിയായിട്ടാണോ ഈശോമിശിഹായെ അറിയിക്കുക എന്നതാണ് ഞങ്ങളുടെ ദൗത്യം. അവർ ക്രിസ്ത്യാനികളാക്കണമെന്ന് ഞങ്ങൾ നേരെ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അവർ ക്രിസ്തുവിനെ അറിയണം, ക്രിസ്തുവിനെ സ്നേഹിക്കണം, പറ്റുമെങ്കിൽ ക്രിസ്തുവിനെ വിശ്വസിക്കണം എന്നാണ് ഞങ്ങളുടെ ഉള്ള എല്ലാവരുടെയും താല്പര്യം. ഇതുവരെ ഞങ്ങളുടെ സുവിശേഷ ജോലികളെല്ലാം ഞങ്ങൾ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ മാസ്റ്റർമാരും പുരോഹിതന്മാരും കന്യാസ്ത്രീയും മാത്രമല്ല, സാധാരണ ക്രിസ്ത്യാനികൾ പോലും യേശുമിശിഹായുടെ സുവിശേഷം അറിയിക്കണം എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവരും പരിശ്രമിക്കുന്നത്. അവർക്കും ചെറുതായിട്ടുള്ള ഭയങ്ങളൊക്കെയുണ്ട്. ഞങ്ങൾക്ക് സമാധാനത്തോടുകൂടെ ജീവിക്കാൻ പറ്റുമോ, നമ്മുടെ വിശ്വാസമനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള അല്പം പേടിയൊക്കെയുണ്ട്. പക്ഷേ
ഞങ്ങളുടെ ജോലി ഇതാണ്, അവരെ സ്ഥിരീകരിച്ച് നിർത്തുക, അവരോട് പേടിക്കേണ്ട, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കുക എന്നാണ്. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ആൾക്കാരോട് ഞങ്ങൾ ഇതാണ് പറയുന്നത്: ഞങ്ങളുടെ ആസാമിലെ മിഷന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, മിഷണറിമാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അതുപോലെ അവിടുത്തെ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അവർ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുവാൻ വേണ്ടിയിട്ട്. അതുപോലെ ഞങ്ങളുടെ ആഗ്രഹമാണ്, ക്രിസ്തു വിശ്വാസം സ്വീകരിച്ചവർ ആസാമിൽ 4% കൂടുതലില്ല. കൂടുതൽ ആൾക്കാർ ഈശോമിശിയെ അറിയണം, ഈശോമിശിയെ സ്നേഹിക്കണം, ഈശോമിശിയെ അവരുടെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കണം. അതിനുള്ള കൃപ ദൈവം ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി തരണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ഞങ്ങളുടെ ഈ ജോലിയിൽ സഹായിക്കാനായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും പല ആൾക്കാരും മുന്നോട്ട് വരുന്നുണ്ട്. അവർക്ക് ഞങ്ങൾ ഒത്തിരി നന്ദി പറയുന്നു. അവർ പലതരത്തിലും ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പേര് ഇനിയും മുന്നോട്ട് വന്ന് സുവിശേഷവത്കരണത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ സഹായിക്കണം, അതേപോലെ സഭയെ സഹായിക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ഒരു മിഷണറി എന്ന നിലയിൽ ഞാൻ ഏറ്റവും ശ്രമിക്കുന്നത് ഒരു പ്രാർത്ഥനാമയമായ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവം നമ്മളിൽ കൂടി പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവത്തോടു കൂടി ഒത്തുചേർന്ന് ജീവിക്കണം. പൊതുവേ ഞാൻ സാധാരണ കാണാറുള്ളത്, പ്രാർത്ഥനയ്ക്ക് ആൾക്കാർ താല്പര്യം അധികം കൊടുക്കാറില്ല, ജോലിയിലാണ് അവർ താല്പര്യം കാണിക്കാറ്. ഈശോ ശിഷ്യന്മാരെ വിളിച്ചത് തന്നോടുകൂടി ആയിരിക്കാനും അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ സുവിശേഷം അറിയിക്കാനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് തന്നെ നമ്മൾ ഈശോയോട് അടുത്ത് ജീവിക്കണം. ഒരു മെത്രനാണെങ്കിലും പുരോഹിതനാണെങ്കിലും സന്യാസിയാണെങ്കിലും അവർ പ്രത്യേകിച്ച് സമയം കൊടുക്കണം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്, ദൈവത്തോടു കൂടി ഒന്നിച്ച് ജീവിക്കാനായിട്ട്. ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം നമ്മൾ അറിയണം, നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം ഈശോ അറിയണം. അതിനു വേണ്ടിയിട്ട് ഈശോയുടെ അടുത്തിരിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജോലി ഫലപ്രദം ആയിരിക്കുകയില്ല. നമ്മുടെ ജോലി കൊണ്ട് മറ്റുള്ള ഹൃദയങ്ങളെ സ്പർശിക്കാൻ സാധിക്കുകയില്ല. ഈശോനെ നമുക്ക് കാണാം, ഒത്തിരി സമയം പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. ചിലപ്പോൾ അത് രാവിലെ ആയിരുന്നായിരിക്കാം, ചിലപ്പോൾ രാത്രിയിൽ ആയിരിക്കാം. പിതാവിനോടുകൂടെ ഈശോ ഇരുന്നതിനാൽ ഈശോയ്ക്ക് തന്നെ ജോലി ചെയ്യാനുള്ള സർവശക്തിയും കിട്ടി. ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള അനുഭവം ഈശോയ്ക്ക് ഉണ്ടായി. തൻ്റെ സകല ദുഃഖങ്ങളും കുരിശുമരണവുമെല്ലാം സഹായിക്കാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചു. കാരണം ഈശോയ്ക്ക് അറിയാമായിരുന്നു, പിതാവ് എന്നെ സ്നേഹിക്കുന്നു, പിതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും, ഞാൻ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ മാത്രമായിട്ട് വന്നവനാണ് എന്ന്. അത് ഈശോയുടെ പ്രാർത്ഥന കൊണ്ട് ഈശോയ്ക്ക് മനസ്സിലായതാണ്. അതുപോലെ ഓരോ മിഷണറിയും ഓരോ ക്രിസ്ത്യനും പ്രാർത്ഥനയിൽ കൂടുതൽ താല്പര്യം കാണിക്കണം. ഈശോവുമായിട്ട് എന്നും അല്പസമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. സ്വന്തം പ്രാർത്ഥന വഴി ആയിരിക്കാം, അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന വഴി ആയിരിക്കാം, ആരാധന ചേർന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ ബൈബിൾ വായിച്ചിട്ടായിരിക്കാം. എങ്ങനെയാണെങ്കിലും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ താല്പര്യം കാണിക്കണം. പ്രാർത്ഥനയ്ക്ക് താല്പര്യം കാണിക്കുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം ഫലപ്രദമാകും. നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് തന്നെ സന്തോഷം തോന്നും. ഞാൻ ഈശോയെ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഈശോ തന്നെ വെളിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ ഈശോയുടെ വെളിപ്പാട് പ്രാർത്ഥന വഴി എനിക്ക് ശ്രമിക്കാൻ കഴിയും. ഈശോയോട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഈശോ എന്നോട് പറയാനായിട്ട് എന്താണ് ഉള്ളത് എന്ന് എനിക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ ആകുന്നത്ര ശ്രമിക്കാറുണ്ട്. കുറച്ച് സമയം എന്നും പ്രാർത്ഥനയിൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ട്, സ്വന്തം പ്രാർത്ഥനയിൽ ഞങ്ങളുടെ മെത്രാന്മാരുടെ എന്നും ചെല്ലേണ്ട പ്രാർത്ഥന വഴി, കുർബാനം ബാക്കിയുള്ള രീതികളിലും. പക്ഷെ പ്രത്യേകമായിട്ട് ഞാൻ ഊന്നൽ നൽകുന്നത് എൻ്റെ സ്വന്തം പ്രാർത്ഥനയിലാണ്. അല്പസമയം, അരമണിക്കൂർ, 1 മണിക്കൂർ എന്നും സ്വന്തമായിട്ട് ഈശോയുടെ മുമ്പിൽ സ്പെൻഡ് ചെയ്യുക, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുക എന്നതാണ്. അത് ആകുന്നത്ര മറ്റുള്ളവരും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പലരെയും ഞാൻ അറിയുന്നുണ്ട്, അവർ അരമണിക്കൂർ ബൈബിൾ വായിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്നും കുടുംബത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാരിൽ നമുക്ക് പ്രത്യേകമായിട്ട് ഒരു
പ്രകാശം സാധിക്കും. അവരുടെ കുടുംബങ്ങൾ സാധാരണ ശാന്തിയും സമാധാനവും ഉണ്ടാകാറുണ്ട്, ദൈവവിളി ഉണ്ടാകാറുണ്ട്. അത് കാരണം നമ്മൾ പ്രാർത്ഥനയിൽ വിശ്വസിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളോട് എല്ലാവരും പറയുന്നു. ഞാനും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ വിശുദ്ധന്മാരും പ്രാർത്ഥന വഴിയായിട്ടാണ് അവർ വിശുദ്ധി പ്രാപിച്ചത്. അവരുടെ സഹനങ്ങളും അവരുടെ ജീവിതവും എല്ലാം പ്രാർത്ഥനയായിട്ട് എപ്പോഴും ദൈവത്തിനെ അർപ്പിച്ചു. ദൈവത്തോട് ചേർന്ന് അവരെല്ലാം ചെയ്തു. അതുതന്നെയാണ് പ്രാർത്ഥന, ദൈവത്തോട് ചേർന്ന് നമ്മുടെ ജോലികളെല്ലാം ചെയ്യുക എന്നത്. അതുപോലെ തന്നെ നമ്മളെ എന്ത് ജോലി ആയിരുന്നാലും ആ ദൈവത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടിയിട്ട് ദൈവം മഹത്വപ്പെടുത്തട്ടെ എന്നുള്ള ഒരു ആശയത്തോടു കൂടി, ദൈവരാജ്യം വരണമേ എന്നുള്ള ഒരു വിചാരത്തോടു കൂടി നമ്മളെപ്പോഴും ചെയ്യണം. അങ്ങനെ പ്രാർത്ഥനയും അതേപോലെ തന്നെ ജോലിയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ദൈവരാജ്യം വരുത്തുവാനായിട്ടുള്ള സഹായം ലഭിക്കും. ഈശ്വരരാജ്യം ഈ ലോകത്തിൽ വേഗം വരും. ഇതുപോലെ തന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ വിശ്വസിച്ച് മറ്റുള്ളവരെയും പ്രാർത്ഥനയിലേക്ക് നയിച്ച് ഈശോയെ അറിയുവാനും ഈശോയെ സ്നേഹിക്കുവാനും നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളോടും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിട്ടും അതേപോലെ മിഷണറിമാർക്ക് വേണ്ടിയിട്ടും പ്രത്യേകം പ്രാർത്ഥിക്കുക. അവർ അവരുടെ ജോലികളെല്ലാം പ്രാർത്ഥിച്ച് ഈശോയോട് ഒത്തുചേർന്ന് ഈശോയോട് ലയിച്ച് ജീവിക്കാനായിട്ടുള്ള കൃപാവരം അവർക്കെല്ലാവർക്കും ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരിലും എഴുന്നള്ളി വന്ന് നമ്മളെ ആത്മാവിൻ്റെ സകല കൃപകളും കൊണ്ട് നിറച്ച് നമ്മളെ ശുദ്ധീകരിക്കട്ടെ, നമ്മളെ വിശുദ്ധരാക്കട്ടെ. പ്രാർത്ഥനയിൽ പറ്റി പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഈശോയുടെ 40 ദിവസത്തെ പ്രാർത്ഥനയാണ് ഓർമ്മ വരുന്നത്. ഈശോ തൻ്റെ മാമോദീസ കഴിഞ്ഞ് 40 ദിവസവും 40 രാത്രിയും മരുഭൂമിയിലേക്ക് പോയി അവിടെ പ്രാർത്ഥിച്ചു, അവിടെ ഉപവസിച്ചു. ആ സമയം മുഴുവനും ഈശോ ദൈവത്തെ മാത്രം ഓർത്താണ് ജീവിച്ചത്. ആ ദിവസങ്ങളിൽ ഈശോയ്ക്ക് തൻ്റെ വ്യക്തിത്വത്തെപ്പറ്റി മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് ചെകുത്താൻ വന്ന് ഈശോയെ പരീക്ഷിക്കാൻ വന്നപ്പോൾ അവസാനം ചെകുത്താൻ തോറ്റ് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നമ്മൾ കാണാറുണ്ട് ആൾക്കാർ ഒത്തിരി ദിവസം പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, പ്രസംഗിക്കാൻ പോകുന്നതിന് മുമ്പാട് ഞാൻ അറബിയയിൽ 40 ദിവസം പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. അതിനുശേഷമാണ് ഞാൻ ലോകമെല്ലാം പോയി സുവിശേഷം പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് എന്ന്. പഴയ നിയമത്തിലും അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും വിശുദ്ധരെപ്പറ്റി. മൂസ 40 ദിവസം മലയുടെ മുകളിൽ, സിയോൺ മലയുടെ മുകളിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു. ഒന്നും ഭക്ഷിച്ചില്ല, ഒന്നും കുടിച്ചില്ല, ദൈവവുമായിട്ട് സംസാരിച്ച് ഇരുന്നു. ദൈവം അദ്ദേഹത്തിന് തൻ്റെ കൽപ്പനകൾ നൽകി, അതുപോലെ തിരിച്ചു വന്നു. ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്, ദൈവത്തെ അറിയണമെങ്കിൽ, ദൈവത്തിൻ്റെ ജോലി ചെയ്യണമെങ്കിൽ ഈശോ ചെയ്തതുപോലെ ജീവിതത്തിൽ പലപ്പോഴുമൊക്കെ സമയം ചെലവാക്കണം ഈശോയുടെ ഒത്തുചേർന്ന് ഇരിക്കാനായിട്ട്. അത് ധ്യാനങ്ങൾ വഴിയാകാം, അല്ലെങ്കിൽ വേറെ പലതരത്തിലുള്ള രീതിയിലായിരിക്കാം. പക്ഷേ ദൈവത്തിന് വേണ്ടിയിട്ട് സമയം ചെലവാക്കണം, ദൈവത്തിൻ്റെ കൂടെ സമയം ചെലവാക്കണം. മൂസ ചെലവാക്കിയതുപോലെ, ഈശോ ചെലവാക്കിയതുപോലെ, വിശുദ്ധ പൗലോസ്ലീഹ ചെലവാക്കിയതുപോലെ പല വിശുദ്ധന്മാരെ പറ്റി നമുക്ക് അറിയാം. അവർ ഒത്തിരി സമയം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ വിശുദ്ധ ആൽബറിയോണയെ പറ്റി കേട്ടിട്ടുണ്ട്. അദ്ദേഹം 8 മണിക്കൂർ മുതൽ 16 മണിക്കൂർ വരെയാണ് ഒരു ദിവസം പ്രാർത്ഥനയിൽ ചിലവഴിച്ചുകൊണ്ട് ഇരുന്നത്. അത് കാരണം അദ്ദേഹത്തിന് 10 സഭകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞു. അതിൽ എല്ലാവരും തന്നെ വിശുദ്ധ കുർബാനയെ പ്രത്യേകിച്ച് ആദരിക്കുന്ന ആൾക്കാരാണ്. അവരും അവരുടെ ഫൗണ്ടർ ആൽബറിയണയെ പോലെ ഒത്തിരി സമയം പ്രാർത്ഥനയിൽ സമയം ചെലവാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വിശുദ്ധന്മാർ നമ്മളോട് പറയുന്നു, നമ്മളും ശക്തി കണ്ടെത്തണം പ്രാർത്ഥന വഴി. ഈശോയോട് ഒത്തുചേർന്ന് ഇരുന്ന് നമ്മൾ ശക്തി പ്രാപിക്കണം. അത് പള്ളി അടുത്തില്ലാത്തവർക്ക് ബൈബിൾ വായിച്ചിട്ട് അതിനെപ്പറ്റി അല്പം ചിന്തിച്ചിട്ടായിരിക്കാം
ഈ ബൈബിളിൻ്റെ ഭാഗം എന്നോട് എന്താണ് പറയുന്നത്, ഈശോ ഈ വചനം വഴി എന്നോട് എന്താണ് പറയുന്നത്, അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും തയ്യാറാകും. ആ പ്രാർത്ഥന വഴി നമ്മൾ ബലം കണ്ടെത്തും. അത് വഴി നമുക്ക് നമ്മുടെ ജീവിതം നന്നായിട്ട് നയിക്കുവാനായിട്ട് നമുക്ക് കഴിയും. നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ എല്ലാവരെയും, നിങ്ങളെ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.